ഇന്ന് അവധിയാണല്ലോ, ഇന്ന് ശനിയാഴ്ചയല്ലേ. അപ്പോൾ രാവിലെ തൊട്ട് ഒരാൾ ഭയങ്കര നിർബന്ധം കാണിക്കുക, ഞങ്ങളെന്ന് വള്ളത്തിൽ കൊണ്ടുപോകുക, എന്നെ ഇന്ന് വള്ളത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ എന്തായാലും അവനെയും വീട്ടൊന്ന് വെള്ളത്തിലോട്ട് നമുക്ക് അപ്പുറത്തെ കര വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പോൾ കൈ വലയും എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മീൻ കാണുവാണെങ്കിൽ നമുക്ക് വീശിയും കൂടെ ചെയ്യാമല്ലോ. അങ്ങനെ എന്തായാലും ഞങ്ങളിത് ഇറങ്ങുവാണേ. വെള്ളം ഇപ്പോഴാണെങ്കിൽ നോക്കിയിട്ട് ഇപ്പോൾ 2-3 ദിവസമൊക്കെ കൂടുതലായി. അപ്പോൾ മഴ പെയ്ത് മൊത്തവും വെള്ളം നിറഞ്ഞിരിക്കുക. അതെല്ലാം കോരി പറ്റിച്ചിട്ട് വേണം ഇനി നമുക്ക് പോകാൻ. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പുറത്തെ കര. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ ഉണ്ട്, ഇവിടെ കണമ്പിനെ കണ്ടെന്ന് പറഞ്ഞ ഒരാൾ വലയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഒരാളവിടെ പങ്കായൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ടേ. നിലനാണോ വള്ളം തുഴയുന്ന? നമ്മളപ്പുറത്ത് ചെല്ലുവാ, അപ്പുറത്തെ കരെ വലിയ കരിമീൻ കിട്ടിയിട്ടുണ്ടേ. ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ടേ. നമ്മളിവിടെ എപ്പോൾ വെള്ളം വിട്ടെന്ന് കണ്ടാലും ഇവിടെ ഒരാൾ വെള്ളത്തിൽ ചാടി കയറുവേ. കാരണം വീശുവാണെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അപ്പം എന്തെങ്കിലും മീൻ കിട്ടുവാണെങ്കിൽ കഴിക്കാമല്ലോ എന്നുള്ള പ്ലാനിലാണ് വള്ളത്തിൽ ചാടി കയറുന്നത്. വല കമ്പയിൽ ഉടക്കിയെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ സിലോപ്പിയാണ് കേട്ടോ കിട്ടിയത്. ഒരു 4-5 എണ്ണം ഉണ്ട്. നീന്തി വാ. വള്ളം ഞങ്ങൾ ഈ കര ചേർന്ന് നിൽക്കുമായിരുന്നു. വള്ളം ഇപ്പോൾ ഒഴുകി ഒരു കുഴിയുള്ള പാട്ടിലോട്ട് ഞങ്ങൾ വള്ളവുമായിട്ട് പോയപ്പോൾ അണ്ണന്തേ നീന്തി വരുവാണേ. ഭയങ്കര കുഴിയായി ഇവിടെ. കുഴിയാണല്ലേ അമ്മേ. അയ്യോ ചരിഞ്ഞു കയറി. അയ്യോ തക്കുടുവാ, തക്കുടു അവിടെ പെട്ടുപോയി കേട്ടോ. എങ്ങനെ വരും ഇനി? തക്കുടു വെപ്രാളത്തിന് മറിഞ്ഞു വീണു കേട്ടോ. കാലുകൊണ്ടാണ് കേട്ടാ ഇവിടെ ഒരാൾ തുഴയുന്നത്. കാലുകൊണ്ട് തുഴഞ്ഞാണ് നമ്മളിന്ന് കരയിലോട്ട് എത്തുന്നത്. അപ്പുറത്ത് കരവര പോകുന്നെന്നും പറഞ്ഞാണ് നമ്മൾ വള്ളത്തിൽ കയറിയത്. പക്ഷെ വന്നപ്പോഴത്തേക്കും തന്നെ കണമ്പിനെ നേരെ കണ്ട് അപ്പം തൊട്ട് വീശി തുടങ്ങി. പക്ഷെ വീശിയിട്ട് വലുതായിട്ടൊന്നും കിട്ടിയില്ല. എങ്കിലും ഒരു കരിമീനും കുറച്ച് സിലോപ്പിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കുട് ഇതേ നീന്തി എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും തക്കുട് അവിടെ പെട്ടുപോയി. ചെമ്മീൻ്റെ സൈസ് കണ്ടോ. നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ചെമ്മീൻ വല എടുക്കേണ്ടതായിരുന്നു. കാരണം ചെമ്മീൻ നല്ല സൈസിലുള്ള ചെമ്മീൻ ഉണ്ടായിരുന്നു. പക്ഷേ വല മാറിപ്പോയി. അല്ലായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ചെമ്മീൻ കിട്ടിയേനെ.